ഭയങ്കര അട്രാക്റ്റീവായിട്ട് നമ്മളിങ്ങനെ ജസ്റ്റ് ഡിസ്പ്ലേ അവർ പുറത്ത് വെച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ സ്മെല്ല് ഇത് ചെയ്ത് നോക്കിയിട്ട് ഭയങ്കര അട്രാക്റ്റീവായിട്ട് തോന്നിയുണ്ട്. നമ്മൾ അകത്ത് കയറിയിട്ട് നോക്കിയിട്ട് അകത്ത് അടിപൊളി ഒരു കളക്ഷൻ തന്നെ അവർക്കുണ്ട്. ഒരുപാട് എന്താ പറയുക ഫ്ലേവേഴ്സിൻ്റെ ഒരു കളക്ഷൻ, നല്ലൊരു കളക്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്കിത് ഓൺലൈനിൽ വഴിയും ബുക്ക് ചെയ്ത് മേടിക്കാൻ പറ്റും. നീ സ്മെല്ല് ചെയ്ത് നോക്കില്ല, എന്താണ് അഭിപ്രായം? നല്ല സ്മെല്ലാണ്. ഓക്കെ, ഒരുവിധം എല്ലാത്തരം വെറൈറ്റികളുണ്ട്. ചെമ്പകപ്പൂ ഇല്ലായിരുന്നു, അപ്പോൾ ചെമ്പകപ്പൂ നമുക്ക് റെക്കമെൻഡ് ചെയ്യാം. भैया वो चंबगा बोलकर चंबगा फ्लावर है ना, चंपा नागा चंबा नहीं है, दूसरा एक चंबा फ्लावर आता है ना, वो वाइट वाला फ्लावर आता है ना, वो दिखा दूंगा आपको. वो फ्लेवर तो अच्छा रहता है चंपा. ഓക്കെ, അപ്പോൾ ഞാൻ ഒന്ന് ജസ്റ്റ് ഡിസ്പ്ലേ ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. ആ കടയിലുള്ള സംഭവങ്ങളൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് ഡിസ്പ്ലേ ചെയ്ത് തരാം. ഇവിടെ കംപ്ലീറ്റ് ഫ്ലേവേഴ്സ് ഇരിപ്പുണ്ട് കേട്ടോ. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ധൂപാണ്. ധൂപ് വരണേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ധൂപിനൊരു പ്രത്യേകതയുണ്ട്. നമ്മൾ ഈ ഒരു സ്റ്റാൻഡിനകത്ത് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ ഒഴുകി ഇറങ്ങുന്നത് പോലെ ഈ ധൂപ് വരുമെന്നാണ് പറയുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സ്റ്റാൻഡും കാര്യങ്ങളൊക്കെ വളരെ കോസ്റ്റ് എഫക്റ്റീവാണ്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും 30 രൂപ മാത്രമേ ഉള്ളൂ അല്ലേ? 30 രൂപ തൊട്ടാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത് വെറും 30 രൂപയ്ക്ക് നിങ്ങൾക്ക് മേടിക്കാൻ പറ്റും കേട്ടോ. അത് വയ്ക്കാനുള്ള സ്റ്റാൻഡ് ഇവിടെ അവൈലബിൾ ആണ്. നോക്കി, ഈ സ്റ്റാൻഡിനകത്ത് നിങ്ങൾക്ക് വച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിപ്പം കപ്പാണ്. അപ്പോൾ ഈ കപ്പിനകത്തൂടെ വെള്ളം ഒലിച്ച് വരുന്നത് പോലെ ഇത് വരുമെന്നാണ് പറയുന്നത്. ഇതേപോലെ ഇരിക്കും. അപ്പം അതിനകത്തുനിന്ന് താഴേക്ക് ഇങ്ങനെ ഒലിച്ചിറങ്ങി വരുന്നത്, വെള്ളച്ചാട്ടം വരുന്നത് പോലെ ഇങ്ങനെ വരുമെന്നാണ് പറയുന്നത്. ഇതിനകത്തും ഇങ്ങനെ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നേരെ താഴേക്ക് വരുന്ന രീതിക്കാണ് അത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഫ്യൂസേഴ്സാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പം ക്യാൻഡിൽ വെച്ചിട്ട് അതിൻ്റെ മേളിൽ ഒരു ബോക്സ് പോലത്തെ ഒരു സംഭവം ഉണ്ടാകും. അതിനകത്ത് ഇതിൻ്റെ ഒരു ഡ്രോപ്പ് ഒഴിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ എല്ലാ സ്മെല്ലും ഇങ്ങനെ റൂം മുഴുവൻ വരും കേട്ടോ. അതിന് വേണ്ടിയിട്ടുള്ള എസൻസ് മീൻസ് ഓയിലാണ് ഈ കാണുന്നത് കംപ്ലീറ്റ് കേട്ടോ. അതൊരു വെറൈറ്റി ഐറ്റമാണ്. നമ്മളെ നാട്ടിലോട്ടൊന്നും അവൈലബിൾ അല്ല ഈ ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഞാൻ എങ്ങും കണ്ടിട്ടില്ല കേട്ടോ. അവൈലബിൾ അല്ല എന്ന് പറഞ്ഞ് ഇൻസ്റ്റാഗ്രാമിൽ കണ്ടിട്ടുണ്ട്, അല്ലാതെ നമ്മൾ ഒരിടത്തും അവൈലബിൾ ആയിട്ട് നമ്മൾ ഇത് കണ്ടിട്ടില്ല ഇങ്ങനെ ഒരു സംഭവം. വേറെ ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം. ഓക്കെ, അതേപോലെ തന്നെ ഓരോ ഫ്ലേവേഴ്സ് ഇങ്ങനെ ഇവിടെ നല്ല രീതിയിൽ വച്ചിട്ടുണ്ട് കേട്ടോ. इसमें बहुत अच्छा फ्लेवर कौन सा आता है? टॉप वाला लैवेंडर आता है क्या? लैवेंडर आता है ना, सारे वो जो हैं अच्छे काफ़ी फ्लेवर होता है. अच्छे काफ़ी फ्लेवर होता है. कितने का आता है वो? अराउंड लाइक लैवेंडर है 900 का, सैंडलवुड है ठीक है 2000 का, ऊद है 1500 का, बकूर भी ऐसे ही है. ऊद 1500 का. बहुत अच्छा है. मैं आपको चेक करा 15,000 രൂപയുടെ ഊതിൻ്റെ സംഭവം ക്വാളിറ്റി ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കാണിച്ചു തരാമെന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ആ ചേട്ടൻ ഒരു ഊതിൻ്റെ അത്രയും വിലയുള്ളൊരു സംഭവം അതിൻ്റെ ക്വാളിറ്റി ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു രക്ഷയില്ല കേട്ടോ. എല്ലാ സ്മെല്ല് वो नहीं सैंडलवुड है क्या? ऊपर सैंडल उसका स्मॉल है क्या? वो उसका स्मॉल है. कितने का आता है? ये भी सेम प्राइस 2000 है क्या? रेट कैसे मतलब डजन का? हाँ डजन का है क्या? ഈ ഒരു പീസിന് 200 രൂപയാണ് കേട്ടോ. അപ്പം ഒരു ഡസന് 2000 രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. നല്ല സ്മെല്ലുണ്ട് കേട്ടോ, അത്യാവശ്യം നല്ല സ്മെല്ലുണ്ട്. ഈ ഒരു പ്രോഡക്റ്റിന് അത്യാവശ്യം നല്ല സ്മെല്ലുണ്ട് കേട്ടോ. അപ്പം നമുക്ക് ഇത് സ്മെല്ല് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് നമുക്ക് തന്നിട്ടുണ്ട്.
അപ്പം നമ്മൾ അവിടെ വന്നിരുന്നിട്ട് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ കംപ്ലീറ്റ് ഓരോന്നിൻ്റെയും സ്മെല്ലിങ്ങനെ ചെയ്ത് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. എങ്ങനെ ഉണ്ടായിരുന്നു സ്മെല്ലുകളെല്ലാം എങ്ങനെ ഉണ്ടായിരുന്നു? ഒരുവിധം എല്ലാ സ്മെല്ലും കൊണ്ടാണ് മഞ്ഞ് കൊണ്ടിട്ട് തൊണ്ടല്ല. നമ്മൾ ഇന്നലെ ചണ്ഡീഗഡിൽ നിന്ന് വരുമ്പോഴത്തേക്ക് ഭയങ്കര മുടൽ മഞ്ഞായിരുന്നു. റോഡ് പോലും കാണാൻ പറ്റാത്ത രീതിക്കാണ് നമ്മൾ വന്നത് കേട്ടോ. അപ്പം അത്രയും നമ്മളെന്താ കോൾഡ് ഫ്രീസറിനകത്ത് ഇരുന്ന് വരുന്ന രീതിക്കായിരുന്നു ഇന്നലത്തെ നമ്മുടെ യാത്ര മുഴുവൻ. അപ്പം അതുകൊണ്ട് കുറച്ച് പ്രശ്നങ്ങളുണ്ട്. അപ്പം ഈ ഒരു കടയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് നിങ്ങൾക്ക് ഓൺലൈനിൽ പേഴ്സണലായിട്ട് പറയുകയാണെങ്കിൽ പേഴ്സണലായിട്ട് പറയുകയാണെങ്കിൽ ഏതാണ് ഇഷ്ടപ്പെട്ടത്? ലാവൻഡർ. ലാവൻഡർ को कितने का बोलते हैं भैया? लैवेंडर 900. ഓ ठीक है പ്ലസ് ഷിപ്പിംഗ് ആകത്തെ ഷിപ്പിംഗ് വരും. അതേപോലെ തന്നെ വേരിയബിളാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില സമയത്ത് ഇപ്പം മാർക്കറ്റിലെ പ്രൈസ് കൂടുതലാണെന്നുണ്ടെങ്കിൽ അതിൻ്റേതായിട്ടുള്ള വേരിയേഷൻ ചിലപ്പോൾ ഉണ്ടാവും. അപ്പം ഓൺലൈനിൽ ഇവരുടെ ഓൺലൈൻ സൈറ്റ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ ആ ഓൺലൈൻ സൈറ്റിൽ കയറിയിട്ട് നിങ്ങൾക്ക് ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനകത്തുനിന്നുള്ള പ്രോഡക്റ്റ് കംപ്ലീറ്റ് നിങ്ങൾക്ക് ബുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. ബുക്ക് ചെയ്ത് നിങ്ങൾ ഇന്ത്യയിൽ എവിടെയാണെങ്കിലും ഇന്ത്യ ഓർ ഇൻ്റർനാഷണൽ ബേസ്ഡ് ഇന്ത്യയിലാണെങ്കിലും ഇൻ്റർനാഷണൽ ആണെങ്കിലും എവിടെയാണെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു പ്രോഡക്റ്റ് ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവർ സെൻഡ് ചെയ്ത് തരും. ഓക്കെ, അപ്പോൾ ഞാൻ അതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഈ ഷോപ്പിൻ്റെ സംഭവം എന്താണ് പറയുന്നത് വെബ്സൈറ്റ് കൊടുത്തേക്കാം. ഈ കാണുന്ന പ്രോഡക്റ്റ്സ് കംപ്ലീറ്റ് വിദേശ മാർക്കറ്റുകളിലേക്ക് പോകുന്ന പ്രോഡക്റ്റാണ് കേട്ടോ. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും പ്രീമിയം ക്വാളിറ്റിയിലുള്ള പ്രോഡക്റ്റ്സാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് വില കുറവുള്ളത് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ വില കുറവുള്ളതും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവൈലബിൾ ആണ്. അതേപോലെ ഈ ഒരു സാധനമായിരുന്നാലും നിങ്ങൾക്ക് അത്യാവശ്യം നല്ല സേഫ് പാക്കിംഗ് ആയിട്ട്, അതുകൊണ്ട് ഇത് തെർമോക്കോളൊക്കെ വെച്ചിട്ട് സേഫ് പാക്കിംഗ് ആയിട്ട് അവർ അയച്ചു തരും. അതുകൊണ്ട് തന്നെ ഒരു ടെൻഷനും വേണ്ട, സാധനം കറക്റ്റായിട്ട് എത്തുമെന്നുള്ളതിന് യാതൊരുവിധ ടെൻഷനും വേണ്ട. അപ്പോൾ നമ്മൾ ഈ കടയിൽ നിന്ന് ഇറങ്ങുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ കടയിൽ നിന്ന് ഇറങ്ങുകയാണ്. അപ്പോൾ ജസ്റ്റ് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നമ്മൾ ഈ മാർക്കറ്റിൽ കയറിയപ്പോഴത്തേക്ക് ഒരു വെറൈറ്റി ആയിട്ടൊരു സംഭവം കണ്ടപ്പോഴത്തേക്ക് അത് നിങ്ങളെ അറിയിക്കണമെന്ന് തോന്നി. ഇതല്ലാതെ ഒരുപാട് സംഭവങ്ങൾ ഈ മാർക്കറ്റിലുണ്ട് കേട്ടോ. പക്ഷേ അടുത്ത പർച്ചേസിങ്ങിന് പോകുമ്പോഴത്തേക്ക് വെറൈറ്റി ആയിട്ട് റെയിൽവേ സ്റ്റേഷൻ നേരെ ഓപ്പോസിറ്റ് ഇവിടെ 100 രൂപ തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതേപോലെ ഷൂസ് അതേപോലെയുള്ള സാധനങ്ങളെല്ലാം വളരെ ചീപ്പായിട്ട് കിട്ടുന്നതാണ്. റെയിൽവേ സ്റ്റേഷന് നേരെ ഓപ്പോസിറ്റ് ജസ്റ്റ് ഒരു 100 to 200 മീറ്റേഴ്സ് നടന്നാൽ മതി. നിങ്ങൾക്ക് ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷൻ്റെ ഓപ്പോസിറ്റുള്ള ഈ റോഡിൽ വന്നു കഴിഞ്ഞാൽ ഈ സാധനങ്ങളെല്ലാം നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ഈ ഒരു കട ഒരു വെറൈറ്റി ആയിട്ട് തോന്നിയതുകൊണ്ട്, നമ്മളങ്ങനെ സാധാരണ ചെയ്യാറില്ല, ഈ ഒരു കട നമ്മൾ വെറൈറ്റി ആയിട്ട് തോന്നിയത് കൊണ്ട് നമ്മൾ ഈ ഒരു കട സജസ്റ്റ് ചെയ്യണമെന്ന് തോന്നി. അപ്പോൾ വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കുക. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.